ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാക്ക വന്നിന്ന് കുരയ്ക്കുന്നത് കാക്ക വന്നിന്ന് കരയുന്ന കേട്ടോ. അപ്പം ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളുകൊണ്ടേ ഞാനിങ്ങനെ വിചാരിക്കാം കേട്ടോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. ഓരോ ദിവസം എണ്ണിക്കുമ്പോഴും ഞാനിങ്ങനെ വിചാരിക്കും ഇന്നെന്നാ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. പക്ഷേ മടി കാരണം എടുക്കാൻ പറ്റുന്നില്ല. ഇൻസ്റ്റയിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഇടാനോ ഒന്നും ഒരു ഇൻട്രസ്റ്റേ ഇല്ല. മടി പിടിച്ചു പോയി സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ തന്നെ ആലോചിച്ചു, ഞാൻ കഷ്ടപ്പെട്ട് ആക്കിക്കൊണ്ട് വന്നതല്ലേ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ. അപ്പോൾ ഞാനായിട്ട് എൻ്റെ ചാനൽ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് എണ്ണിച്ചപ്പോൾ വിചാരിച്ചു എന്തായാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങോട്ട് കാച്ചിയേക്കാന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. എന്നാൽ ഇനി നേരെ വീഡിയോയിലേക്ക് പോയാലോ. പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ നമ്മുടെ ആ ബാക്കിലത്തെ തോട്ടത്തിലേക്ക് നോക്കി പല്ല് തേക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചില സമയം നമ്മുടെ അലക്കൽ അവിടെ ഇരിപ്പുണ്ട്, ആ അലക്കലിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് ഞാൻ അങ്ങോട്ട് നോക്കി പല്ല് തേക്ക്. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. ചെടിയേക്കാളും ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിനും അതുപോലെ തന്നെ എൻ്റെ അനാറുണ്ടല്ലോ, മാതള നാരങ്ങ, അതിനുമാണ് കേട്ടോ. അതിലാണ് ഞാൻ മെയിനായിട്ട് എന്നും വെള്ളം ഒഴിക്കാറ്. രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. പാല് വെച്ചിട്ടുണ്ട്, പാലിങ്ങനെ ചൂടായി വരുന്നേ ഉള്ളൂ. കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ് കേട്ടോ. എന്നും ഇവിടെ ഉപ്പുമാവ്, എന്നു പറയാൻ മിക്ക ദിവസവും ഇവിടെ ഉപ്പുമാവ്. എൻ്റെ മിക്ക ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിലെല്ലാം രാവിലത്തെ ഫുഡ് ഉപ്പുമാവായിരിക്കും. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമാവ്, അതുകൊണ്ടാണ് കേട്ടോ എന്നും ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കിനും കുറച്ചേറെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ന് കുറേയേറെ ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ഓർഡേഴ്സ് ഒരുമിച്ച് കിട്ടുന്നത്. നമ്മൾ നമ്മുടെ ചാനൽ ശ്രദ്ധിക്കാതിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ പേജും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങിയപ്പം അത്യാവശ്യം നല്ല ഓർഡേഴ്സൊക്കെ കിട്ടാൻ തുടങ്ങി കേട്ടോ. അമ്മ രാവിലെ വിളിച്ച് പറഞ്ഞ് താഴെ ഒരു വീടുണ്ട്, അപ്പോൾ അവിടെ നാടൻ മുട്ടയുണ്ട്, പോയി വാങ്ങിയിട്ട് വരാം. അങ്ങനെ നാടൻ മുട്ട വാങ്ങാൻ പോയതാണ് കേട്ടോ. അങ്ങോട്ട് പോയപ്പം ഷിനുവണ്ണൻ എന്നെ കൊണ്ടുപോയി. ഇങ്ങോട്ട് പോകുന്നുണ്ടല്ലോ, അവിടെ എത്തിയപ്പം ഒരു ഓട്ടോ വന്ന് അതിൽ കയറുമെന്ന് പറഞ്ഞ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഓട്ടോയിൽ പോകേണ്ട ആൾ അവിടെ തന്നെ നിൽപ്പുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മുട്ടയും കൊണ്ട് നടക്കുവാണ് ഗൈസ്. അയ്യോ, എല്ലാം സഹിക്കാം, പക്ഷേ ഞങ്ങളുടെ ഈ കയറ്റം കയറുന്ന സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ കയറ്റം കയറിയാൽ നല്ലതാ, ആരോഗ്യം, സ്റ്റാമിന. പക്ഷേ വയ്യ കണ്ടോ, പകുതിയോളം കയറി, ഇനി കുറച്ചുകൂടെ ഉള്ളൂ. അമ്മേ, ഷാജമാമൻ്റെ വീട്ടിൽ ചാമ്പയ്ക്ക നിൽക്കുന്നുണ്ട്. അതെ, കുഞ്ഞു ചാമ്പയ്ക്ക പഴുത്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഋഷിതമ്മാമ്മയുടെ വീട്ടിൽ നിൽപ്പുണ്ട്, അതിൽ നമുക്ക് പിച്ചാം. അതങ്ങ് മേളിലല്ലേ, മേളിൽ ചെല്ലണം. അയ്യോ, അപ്പം ഞാൻ നടന്നേറ്റമൊക്കെ കയറട്ടെ. അയ്യോ. അങ്ങനെ മുട്ടയൊക്കെ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്ന് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. വേറെ എങ്ങുമല്ല, കൊടശനാട് വരെ പോവാണ്. അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട് കേട്ടോ. അമ്മയുടെ ബാങ്ക് ഉള്ളത് കൊടശനാടാണ്, അത് IOB ബാങ്കാണ്. ആ IOB ബാങ്ക് നമ്മുടെ അവിടെ വേറെ എങ്ങുമില്ല, കൊടശനാട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ കൊടശനാട് പോയാലേ ഒക്കത്തുള്ളൂ. ഒരു ATM കാർഡ് വന്നാലും ആ ATM കാർഡിന് പിന്നിടണമെങ്കിലും നമ്മൾ കൊടശനാട് പോയാലേ ഒക്കത്തുള്ളൂ. കാരണം ആ ഒരു ബാങ്കിൻ്റെ ATMഉം ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് കൊടശനാട് മാത്രമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഒരു തൊട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബാങ്കിലൊക്കെ പോയി തിരിച്ച് വന്നപ്പോഴത്തേക്കിനും എന്താ തൊട്ടിൽ വന്നിരിപ്പുണ്ട്. എന്നാൽ അത് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങളുടെ ചെറുക്കൻ ഇന്ന് മുതൽ തൊട്ടിയിലാണ് കിടക്കുന്നു. ഒരു വാഷബിളാന്ന് തോന്നുന്നല്ലേ.
ഒട്ടും ക്ഷമയില്ലാതെ വലിച്ചു പറിക്കുകയാ. കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ വരും, നാളെ വരും പറഞ്ഞിട്ട് ഇന്ന് കയറി. അതിന്റെ സൈഡിൽ ആനക്കുട്ടിയൊക്കെ ഉണ്ട്. പിന്നെ അതെ മൊസ്കിറ്റോ നെറ്റ്. സ്റ്റാൻഡായിരിക്കും. അല്ല, ഇത് മറ്റേ നെറ്റിന്റെ മറ്റേ കൊട. കൊടയാന്ന് തോന്നുന്നു. അതെ, ഇങ്ങനെയല്ലേ കിടക്കുന്നത്? ഇങ്ങനെയാണ് കേട്ടോ ഗ്രേസ് കിടക്കുന്നത്. ഇതിന്റെ അകത്താണ് കിടക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം ഞാൻ വേഗം സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. എങ്ങനെയാ സെറ്റ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. തപ്പി കൂട്ടി സെറ്റ് ചെയ്തിട്ട് വരാവേ. തൊട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ഇനി ചെക്കനെ അതിനകത്തോട്ട് കിടത്താൻ പോവാണ്. പക്ഷെ എന്നാലും ഇച്ചിരൂടെയൊക്കെ സെറ്റാക്കാനുണ്ട്. കിടത്തി നോക്കുക. അങ്ങനെ ചെറുക്കപ്പാവാതായി തൊട്ടിലി കിടന്നു കഴിച്ചു. അപ്പം ഞാൻ ദാ കിടക്കാൻ പോവാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. ദേ മിട്ടപ്പൻ കിടക്കാനായിട്ട് കീറി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം ഞാൻ ഇതൊക്കെ പറഞ്ഞതാ, എന്നാലും ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറഞ്ഞതാണടേ. അപ്പോൾ എന്താ, ഞാൻ ഉറങ്ങാൻ പോവാണ് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതോടെ വരെ എല്ലാവർക്കും ബൈ ബൈ.